ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ചായല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂകാംബികയെ പോയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇൻട്രോ ഒന്നും ഇല്ലായിരുന്നു, കാരണം ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് പോയതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡിസംബറിലായിരുന്നു പോയത് മൂകാംബികയിൽ. ഞങ്ങൾ കുറച്ചാളാണ് പോയത്. ഒരു ട്രാവലറിൽ രുഹിക്ക് അരിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗാക്കി ഇടാലോ. നമ്മൾ ഫോണിൽ നിന്ന് അത് പോയാലും യൂട്യൂബിൽ അതൊരു മെമ്മറി ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇടുന്ന വീഡിയോ ആണ്. എല്ലാ ക്ലിപ്സൊന്നും ഇല്ല, ഞാൻ ഫോട്ടോസും ക്ലിപ്സൊക്കെ വെച്ചിട്ട് ഉള്ളതുപോലെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങൾ പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആദ്യം തന്നെ ഞങ്ങൾ പറശ്ശിനിക്കടവാണ് പോയത്. പോകുന്ന വഴിയാണല്ലോ, അപ്പോൾ അവിടെ കയറി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. പിന്നെ അധികം തിരക്കൊന്നുമില്ലായിരുന്നു, രാവിലെ തന്നെ ആയതുകൊണ്ട് നന്നായിട്ട് തൊഴാൻ പറ്റി. ഞങ്ങളൊരു 6-6:30 ആകുമ്പോഴേക്ക് പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ കോഫി ഹൗസിലാണ് കയറിയത്, ഇന്ത്യൻ കോഫി ഹൗസിൽ. മസാല ദോശ, നെയ് റോസ്റ്റ് അങ്ങനെ കഴിച്ചു. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു എല്ലാവരും കൂടെ. സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വണ്ടി കയറി. ഇനിയും കുറേ ദൂരം പോകണമല്ലോ. പോയ വണ്ടി ഇതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടി കയറിയിട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. വേറെ പണിയൊന്നുമില്ലല്ലോ, ബോറടിക്കുമല്ലോ, അവിടം വരെ എത്തണമല്ലോ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കും, വർത്തമാനം പറയും, പാട്ട് വെക്കും, ഡാൻസ് കളിക്കും, അങ്ങനെയൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രുഹീനെ നിലത്ത് നിർത്താൻ പറ്റില്ലല്ലോ, വണ്ടി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. വണ്ടി ബ്രേക്ക് ഇടുമ്പോൾ ഒക്കെ വീഴുമല്ലോ. അതുകൊണ്ട് നിലത്ത് നിർത്തിയിട്ടില്ല. മാമിൻ്റെ മടിയിൽ നിന്നിട്ട് നല്ല ഡാൻസ് കളിയാണ്. അവൾ ഭയങ്കര ഫുൾ വൈബായിരുന്നു. നല്ല നല്ല സോങ്സൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ കോപ്പിറൈറ്റ് കാരണം സോങ്സ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ സോങ്സ് കട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഒട്ടും കുറച്ചില്ല, ഞങ്ങളും ഡാൻസ് കളിച്ചു. പക്ഷെ പോകുമ്പോൾ കളിച്ചതിനേക്കാൾ അടിപൊളി വരുമ്പോഴായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉടുപ്പി ക്ഷേത്രത്തിലെത്തി. അവിടെ ഈ രഥമൊക്കെ ഇങ്ങനെ കണ്ടു, അവിടെയൊക്കെ തൊഴുതു. അവിടെ അത്യാവശ്യം നന്നായിട്ട് നടന്ന് തൊഴാനുണ്ട്. ഈ ഒരു കുളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതായിട്ട് കുളവും, അതിൽ ആമയൊക്കെ കണ്ടിരുന്നു കേട്ടോ. ആമേനെയൊക്കെ കണ്ടിരുന്നു. അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വണ്ടീൻ്റെ അടുത്ത് എത്തി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും കൂടെ കിട്ടുന്ന അവസരമല്ലേ, വല്ലപ്പോഴൊക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ മുതലെടുക്കണമല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി കയറി. ഇനിയും പോകണമല്ലോ, മൂകാംബിക എത്തണമല്ലോ. ഞങ്ങളൊരു 6-6:30 ആകുമ്പോൾ മൂകാംബിക എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചായല്ലോ പോയിട്ട്, അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് റൂമൊക്കെ എടുത്തു, റൂമിൽ പോയി. പിന്നെ ഞങ്ങളൊന്ന് ചായ കുടിച്ച് എന്നിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത് രാത്രി തൊഴാൻ വേണ്ടിയിട്ട്. അന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. ഞങ്ങൾ കുറേ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിന്ന് കാല് കുഴങ്ങിയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതാ അമ്മ ചിരിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി, അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി. അപ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ട്. ഇത് അച്ഛനും പാപ്പനും രുഹിയും കൂടെ എടുത്ത സെൽഫിയാണ്. രുഹീൻ്റെ ഇതിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഞങ്ങൾ ഫ്രഷായിട്ട് അമ്പലത്തിലേക്ക് ചെന്നു അരിയിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് അമ്പലത്തിൻ്റെ. അങ്ങനെ ഇതാ അരിയിൽ എഴുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് അരിയിൽ എഴുതാണ്. നന്നായിട്ട് ഇരുന്നു കേട്ടോ, കരഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു, നല്ലപോലെ ഇരുന്നിട്ടുണ്ട്. അവൾക്ക് ആദ്യമേ നമ്മൾ അരിയിൽ എഴുതാൻ പോകണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് നല്ലോണം ഇരുന്നിട്ടുണ്ട്. അരിയിൽ എഴുതലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യം അമ്മയച്ഛനും എടുത്തു, പിന്നെ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു.
പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഒരു സെൽഫി എടുത്തു. ഇതാ പാപ്പനും മേമയും രുഹിയും കൂടിയുള്ളൊരു സെൽഫി ഇതാ. അങ്ങനെ ഓരോരുത്തർ ഫോട്ടോസ് ഞാനിങ്ങനെ കിട്ടിയത് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്ത് പോയതല്ല. അപ്പോൾ ഞാൻ എല്ലാ ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോസ് ഏകദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ മിന്നുവിൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഉണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഈ ഫോട്ടോ കാണാൻ. പിന്നെ അവിടുന്ന് ഞങ്ങൾ തലേ ദിവസം കണ്ടിരുന്നു ഡയറക്ടർ രാജസേനൻ സാറില്ലേ, അവരെ കണ്ടിരുന്നു. അപ്പം മിന്നു അവരുടെ കൂടെ ഫോട്ടോ എടുത്തിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയവരെ ഹോട്ടലിൽ പോയി ചായയൊക്കെ കുടിച്ച് റൂമിൽ പോയി അവിടുന്ന് സാധനമൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പം പോരുന്ന വഴി ഞങ്ങൾ സൗപർണിക നദിയില്ലേ അവിടെ പോയി. അവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫുള്ള് പൂമ്പാറ്റയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ നദിയിൽ നിറച്ച് നല്ലൊരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോന്നു. പിന്നെ ഞങ്ങൾ പോരുന്ന സമയത്ത് മൂകാംബിക ടെമ്പിളിൻ്റെ ആ ഒരു മെയിൻ എൻട്രി ഉണ്ടല്ലോ, അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിലി ഫോട്ടോസൊക്കെ നമ്മൾ ആ സിനിമയിലോ കണ്ടിട്ടുണ്ടല്ലോ, അരവിന്ദിൻ്റെ അതിഥികളിൽ, അതിലോ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് മൂകാംബിക പോയത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വെയിലായിരുന്നു കേട്ടോ സമയത്ത്. നല്ല വെയിൽ വെച്ചാൽ നല്ല വെയിലായിരുന്നു. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാൻ കിട്ടുന്ന അവസരമല്ലേ, അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു. എന്തായാലും ഇത് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് കണ്ടൊരു സ്ഥലമായിരുന്നു. നല്ല രസമില്ല ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്, നല്ല പച്ചപ്പ് നിറഞ്ഞ്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോണത് മുരുടേശ്വരം ആണ്. എന്തായാലും അവിടെ വരെ വന്നല്ലോ, അപ്പം മുരുടേശ്വരം പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഞങ്ങൾ മുരുടേശ്വരം എത്തിയിട്ടോ. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാത്തതാണ്. പിന്നെ ഇവിടെ അങ്ങനെ വേറെയും കുറേ ആൾക്കാർ ഇതുണ്ട്. പിന്നെ ഇതാ രഥത്തിൻ്റെ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അവിടെ വെയിലുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എന്നാലും നല്ലോണം കാണാൻ പറ്റിയല്ലോ. ഇത് ശിവൻ്റെ സൈഡ് വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു അമ്പലം പോലെയുള്ള ഒരു അമ്പലം, അവിടുത്തെ മേലെ ഇങ്ങനെ കയറാൻ പറ്റും. അവിടെ മേലെ കയറിയിട്ടുള്ള വ്യൂ ആണിത്. നമുക്ക് കടലും കാണാം, ശിവനെയും കാണാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് മുരുടേശ്വര അമ്പലത്തിൻ്റെ അവിടെ. എല്ലാവരും കൂടി ഇരുന്നപ്പം കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാണുന്നുണ്ടായിരുന്നു, അതും കണ്ടിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വേറെ എടുത്തു. അവിടെ നിന്ന് അവർ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് എടുപ്പിച്ചു. എന്നിട്ട് എല്ലാവരും ഓരോ പ്രിൻ്റ് വീതം എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും അല്ലേ ഇങ്ങനെ ഫോട്ടോസ് കിട്ടുള്ളൂ, അപ്പോൾ നമ്മൾ മാക്സിമം എടുക്കണമല്ലോ, അങ്ങനെ എടുത്തതാണ്. ഞങ്ങൾ എത്തുമ്പോൾ അവിടെ ഒരു വെയിലുള്ള അന്തരീക്ഷമായിരുന്നെങ്കിലും പക്ഷെ ഞങ്ങൾ പോരുമ്പോഴേക്ക് വെയിലൊക്കെ തണഞ്ഞ് നല്ലൊരു സമയമായിരുന്നു. കുറച്ച് വൈകിട്ടായിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ. അവിടെ ഫുള്ള് സ്കൂൾ കുട്ടികളാണ്. മുരുടേശ്വരം പോയപ്പോൾ അങ്ങനെ തന്നെ, മൂകാംബികയിൽ പോയപ്പം അതേപോലെ തന്നെ കുറേ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് വേറെ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളെ കലാപരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. രാത്രിയായപ്പോൾ എല്ലാവരും ഡാൻസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് പാട്ടിടാൻ പറ്റാത്ത. പാട്ട് ഇടുമ്പോൾ ഉള്ളൊരു വൈബ് ഇങ്ങനെ പറയുമ്പോൾ കിട്ടില്ല എന്നറിയാം, പക്ഷേ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ പറ്റുമെന്ന് നോക്കട്ടെ, ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടാം വീഡിയോസ്. ആദ്യമൊക്കെ ഞങ്ങൾ കുറച്ചാൾ മാത്രം കളിച്ചു, പിന്നെ എല്ലാവരും ഇറങ്ങി അങ്ങ് ആടി തിമിർത്ത് നല്ല അടിച്ച് പൊളിയായിരുന്നു. ഞാനും ഒട്ടും കുറച്ചില്ല, ഞാൻ നന്നായിട്ട് തുള്ളിയിട്ടുണ്ട്. എനിക്ക് കൈക്കൊരു മുറിവുണ്ടായിരുന്നു, പക്ഷെ അതുപോലെ ഞാൻ മൈൻഡ് ചെയ്യാണ്ട് കളിച്ചിട്ടുണ്ട്.
ഞാൻ വെച്ചാൽ എൻ്റെ കംഫർട്ട് സോണിൽ മാത്രമേ കളിക്കുള്ളൂ, ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ കംഫർട്ടായിട്ടുള്ള സ്ഥലത്ത്. ഇതിപ്പോൾ എൻ്റെ കംഫർട്ട് സോണാണല്ലോ, അപ്പോൾ ഞാൻ നന്നായിട്ട് കളിച്ചു. ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ വിചാരിച്ചാൽ എല്ലാവരും നല്ല തിമിർത്തുള്ള ഡാൻസ് കളിയിലാണ് എല്ലാവരും കളിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇതിലിടാൻ പറ്റില്ലല്ലോ. അതാണ് അച്ഛമ്മയും മേമേൻ്റെ അച്ഛനും ഒഴികെ എല്ലാവരും കളിച്ചിട്ടുണ്ട്. അന്നേരം രുഹി ഉറങ്ങിയായിരുന്നു. അവർ മൂന്നാളൊഴികെ ബാക്കി എല്ലാവരും നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. അച്ഛൻ, പാപ്പ, അമ്മ, മേമൊന്നും കളിക്കാൻ ഞാൻ വിചാരിച്ചതേ ഇല്ല, പക്ഷെ മേമയൊക്കെ നല്ലപോലെ കളിച്ചിട്ടോ. പാപ്പന്മാരും മേമമാരും അമ്മയും അച്ഛനും എല്ലാവരും ഡാൻസ് കളിച്ചു. ഇതിൽ ചിലരൊക്കെ ഡാൻസ് കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇങ്ങനെ അമ്പരന്ന് പോയി ഇങ്ങനെ കളിക്കുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഞങ്ങൾ. ആദ്യം എല്ലാവർക്കും ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങ് ഡാൻസ് കളിച്ചപ്പോൾ എല്ലാവർക്കും അങ്ങ് ഭയങ്കരമായിട്ട് കയറി നന്നായിട്ട് അങ്ങ് കളിച്ച് അടിച്ച് പൊളിച്ചെന്ന് വെച്ചാൽ ഇതാദ്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഉള്ളൊരു ഡാൻസും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ട്രിപ്പ്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഫോട്ടോസ് വെച്ചിട്ടും വീഡിയോ ക്ലിപ്സ് വെച്ചിട്ടൊക്കെ ഞാൻ അങ്ങ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പം ബായ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.